നമസ്കാരം. നമ്മുടെ മുൻ DGP TP സെൻകുമാർ സാർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ എക്സ് ഹാൻഡിലിൽ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഷെയർ ചെയ്തിരുന്നു. ഷാജിദ അജീസ് എന്നൊരു എക്സ് മുസ്ലിം സാമൂഹ്യ പ്രവർത്തകയുമാണ്. അവർ പറയുന്ന ഒരു കാര്യം, ഒരു നീണ്ട പോഡ്കാസ്റ്റ് അവർ ചെയ്തിരുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ ഒരു പോഡ്കാസ്റ്റിൽ, അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമത്തിൽ ചെയ്തൊരു പോഡ്കാസ്റ്റിൽ അവർ പറഞ്ഞ ഒരു ഭാഗം, ആ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം അത് ഷെയർ ചെയ്യാനുള്ള കാരണം പോലീസുമായി ബന്ധപ്പെട്ട്, കേരള പോലീസുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു, അല്ലെങ്കിൽ ഒരു നടന്ന സംഭവമായിരുന്നു. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ഷാജിദ നെന്മാറക്കാരിയാണ്. നെന്മാറയിലെ ഒരു പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ പോയപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരസ്യം വയ്ക്കുമല്ലോ, ഇവരെ സൂക്ഷിക്കുക എന്നൊക്കെയുള്ള രീതിയിലുള്ള പരസ്യം വയ്ക്കുന്ന നോട്ടീസ് ബോർഡിൽ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പല പ്രവർത്തകരുടെയും ഫോട്ടോകൾ ഒട്ടിച്ചിരിക്കുന്നു. ചിലരുടെ പേരിൽ 7 ലക്ഷം രൂപ വരെ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. ആ പാരിതോഷികം പ്രഖ്യാപിക്കപ്പെട്ട ആളുകളുടെ ഫോട്ടോ കണ്ടപ്പോൾ ഷാജിദ അവിടെ ഡെസ്കിലിരുന്ന ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് ചോദിച്ചു, ഇവരുടെ ഒരു ഫോട്ടോ, ഈ നോട്ടീസ് ബോർഡിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ എടുക്കാൻ പാടില്ല. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് നിങ്ങളിത് പരസ്യം ആയിട്ട് ഇത് പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ? അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ചെയ്യുവാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല എന്നവർ ചോദിച്ചപ്പോൾ അവിടുത്തെ സ്റ്റേഷൻ ഇൻചാർജിനെ ആ വനിതാ ഉദ്യോഗസ്ഥ വിളിച്ചു കൊണ്ടുവന്നു. അദ്ദേഹവും ഷാജിദയോട് പറഞ്ഞത് ഇത് തന്നെയാണത്രേ, എടുക്കുവാൻ പാടില്ല. പക്ഷേ ഷാജിദ പറയുന്നൊരു കാര്യം, ഇത്തരത്തിലൊരു നിരോധിത സംഘടനയിൽപ്പെട്ട ആളുകളെ, നിയമം അന്വേഷിക്കുന്ന ആളുകളെ, അതും തലയ്ക്ക് പാരിതോഷികം പ്രഖ്യാപിക്കപ്പെട്ട കുറ്റവാളികളെ, ഭീകരവാദികളെ സംബന്ധിച്ചുള്ളൊരു വിവരം പോലീസ് സ്റ്റേഷനിലെ നോട്ടീസ് ബോർഡിലും അവർ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുവാനോ അത് പോലീസിൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ ജനങ്ങളെ അറിയിക്കുവാനോ ഉള്ള ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ശ്രമങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവരെ തടയുവാനും ആളുകൾ പോലീസ് സേനയിലുണ്ട്. ഈ ഒരു വിവരമാണ് TP സെൻകുമാർ സർ ആ ചെറിയൊരു വീഡിയോ ക്ലിപ്പിലൂടെ നമ്മെ അറിയിച്ചത്. അത് വളരെ ഗൗരവമേറിയൊരു വിഷയമാണ്. കാരണം ഇത്തരത്തിലൊരു സംഭവം, ഇത്തരത്തിൽ ഒരു ശ്രമം ഷാജിദയുടെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ ഒരു പരസ്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുവാനുള്ള ശ്രമം നമ്മുടെ കേരള പോലീസ് തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അനുമാനിക്കാവുന്നൊരു കാര്യം, അനുമാനിക്കാവുന്നതല്ല, അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത ഭീകര സംഘടനയെ പിന്തുണയ്ക്കുന്ന, മനസ്സുകൊണ്ടെങ്കിലും അവരോടൊപ്പം നിൽക്കുന്ന, നിവൃത്തിയില്ലാത്തത് കൊണ്ട്, നിയമം അനുശാസിക്കുന്നത് കൊണ്ട് മാത്രം ഇത്തരത്തിലുള്ള ഭീകരവാദികളുടെ പടം പോലീസ് സ്റ്റേഷനിലെ നോട്ടീസ് ബോർഡിൽ ഇടേണ്ടി വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥമാരും ഇപ്പോഴും കേരള പോലീസിൽ സർവീസിലുണ്ട്, നമ്മുടെ പോലീസ് സേനയിൽ സജീവമായുണ്ട്. മുൻപ് തന്നെ പച്ചവെളിച്ചം എന്ന പേരിൽ ഒരു ഭീകര സംഘടനയെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ ഭീകര സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘം കേരള പോലീസിലുണ്ട് എന്നുള്ളൊരു ആരോപണം വളരെ സജീവമായി തന്നെ ഏറെക്കാലം മുൻപ് തന്നെ ഉയർന്നിരുന്നു. പച്ചവെളിച്ചം ഇടയ്ക്കൊന്ന് പച്ചവെളിച്ചം അണഞ്ഞുപോയി എന്നുള്ള തരത്തിലുള്ള ഒരു തോന്നൽ സമൂഹത്തിൽ ഉണ്ടാക്കപ്പെട്ടു. എന്നാൽ പച്ചവെളിച്ചം ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകളാണോ ഈ ഷാജിദയ്ക്കുണ്ടായ അനുഭവം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. TP സെൻകുമാർ സാറിൻ്റെ ആ ഒരു പോസ്റ്റിലൂടെ ഒരു പ്രയോജനം എന്തായാലും ഉണ്ടായി. ആ പോഡ്കാസ്റ്റ് മുഴുവൻ ഏതാണ്ട് ഞാൻ കണ്ടു. അതിൽ 2 വിഭാഗത്തിലാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ നിയമപ്രശ്നം, ഭീകരവാദികളെ സംരക്ഷിക്കുന്ന നമ്മുടെ നിയമപാലകരുടെ ഒരു പ്രവർത്തന രീതി, പച്ചവെളിച്ചത്തിലേക്കുള്ള ഒരു പ്രവർത്തന രീതി, അത് എത്രത്തോളം അപകടകരമാണെന്ന് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത ഭീകര സംഘടനയ്ക്ക് രാജ്യമാകമാനം ശാഖകളുണ്ടായിരുന്നു. അവരുടെ തന്നെ രാഷ്ട്രീയകരമായിട്ടുള്ള SDPI പോലുള്ള ഒരു പ്രവർത്തന ശാഖകൾ ഇന്നും സജീവമാണ്, നിരോധിക്കപ്പെടാതെ സമൂഹത്തിനിടയിൽ. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തുടർന്നുകൊണ്ടിരിക്കുന്ന, സജീവമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന, അവരുടെ പ്രമുഖ നേതാക്കളെല്ലാം അറസ്റ്റിലായെങ്കിൽ പോലും താഴേക്കിടയിലുള്ള പ്രവർത്തകർ, അതും ഈ നേതാക്കളുടെ പദ്ധതികൾ കൃത്യമായി അറിയാവുന്ന, അത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ കെൽപ്പുള്ള, ഇത്തരത്തിലുള്ള ഈ നോട്ടീസ് ബോർഡിൽ ഇടം പിടിച്ച് 7 ലക്ഷം രൂപ വരെ തലയ്ക്ക് പാരിതോഷികം പ്രഖ്യാപിക്കപ്പെട്ട ഭീകരവാദികൾ സമൂഹത്തിൽ നടമാടുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന തരത്തിൽ പോലീസുകാരുടെ ഇടയിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു നടപടി, അതൊരു കോൺസ്റ്റബിളിൻ്റെ ഭാഗത്തു നിന്നാകട്ടെ, SIയുടെ ഭാഗത്തു നിന്നാകട്ടെ, എന്തിനൊരു DGPയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായാൽ പോലും അത് രാജ്യവിരുദ്ധമായൊരു പ്രവൃത്തിയാണ്. ഇത് അന്വേഷിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. ഈ ഒരു വസ്തുതയാണ് TP സെൻകുമാർ സർ ചൂണ്ടിക്കാണിച്ചത്. ഇനി സെൻകുമാർ സർ ചൂണ്ടിക്കാണിക്കാത്ത മറ്റൊരു വശം, ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് 1 മണിക്കൂറോളം നീളുന്നൊരു പോഡ്കാസ്റ്റാണ്. അതിൽ ഷാജിദ അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ എക്സ് മുസ്ലിം ആയതിൻ്റെ ഒരു പ്രധാന കാരണം, അവരുടെ വിവാഹം ഏതാണ്ട് ഒരു 17-ാം വയസ്സിൽ കഴിഞ്ഞു. അവരുടെ വിവാഹം കഴിഞ്ഞ് 1 മാസത്തിന് ശേഷമാണ്
ഇത്തരത്തിൽ 18 വയസ്സ് വിവാഹത്തിന് കൃത്യമായി പാലിച്ചിരിക്കണം പെൺകുട്ടികളുടെ കാര്യത്തിൽ എന്നുള്ള നിയമം കർശനമായി രാജ്യത്ത് നടപ്പാക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 17-ാം വയസ്സിൽ വിവാഹിതയായ ഷാജിദ ഇപ്പോൾ വിവാഹമോചിതയാണ്. അന്ന് അവരുടെ മുൻ ഭർത്താവ് ഒരു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു. അവർ തന്നെ ഉപയോഗിക്കുന്ന വാക്ക് സുഡാപ്പിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവർക്കിടയിൽ ഉടലെടുത്തിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഷാജിദയ്ക്ക് വിവാഹപ്രായമായിരുന്നില്ല ആ സമയത്ത്, മനസ്സുകൊണ്ടവർ തയ്യാറെടുത്തിരുന്നില്ല. എന്നാൽ ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഭർത്താവ് സൗദി അറേബ്യയിലൊക്കെ 4 ഭാര്യമാരുള്ളത്, തൻ്റെ ഭർത്താവിന് മറ്റ് ഭാര്യമാരുണ്ട് എന്നുള്ളത് ഭാര്യമാർ അഭിമാനപൂർവ്വം പറഞ്ഞു നടക്കാറുണ്ട് എന്ന് തുടങ്ങിയ കഥകൾ ഷാജിദയോട് പറയുവാൻ തുടങ്ങി. ഷാജിദ അതിനെ കൃത്യമായിട്ട് എതിർത്തു. അത്രയ്ക്കുള്ള ഒരു ബുദ്ധി ആ കുട്ടിക്കുണ്ടായിരുന്നു. കാരണം +2 വരെയെങ്കിലും പഠിച്ചിട്ടുണ്ട്. ഭർത്താവ് 10ാം ക്ലാസ് തോറ്റയാളാണെന്നാണ് ഷാജിദ തന്നെ പറയുന്നത്, മുൻ ഭർത്താവ്. അപ്പോൾ ഷാജിദ അതിനെ എതിർത്തപ്പോൾ പ്രശ്നങ്ങളായി തുടങ്ങി. ഇയാൾ പോയി മറ്റൊരു വിവാഹം കഴിച്ചു. അതിൻ്റെ പേരിലാണ് വിവാഹമോചനത്തിന് ഷാജിദ കോടതിയെ സമീപിക്കുന്നത്. കോടതിയെ സമീപിക്കുമ്പോഴാണ് ഷാജിദ ഞെട്ടിക്കുന്നൊരു വിവരം അറിയുന്നത്. അന്നോളം ഈ മതപഠനത്തിനിടയിൽ ഷാജിദയോട് മതപണ്ഡിതന്മാരും മറ്റുള്ളവരും മതത്തെക്കുറിച്ച് അറിയാവുന്നവരും പറഞ്ഞ് ഫലിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്, ഇസ്ലാം മതത്തിൽ ഒരു ഭാര്യയും ഭർത്താവും വിവാഹിതരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് മറ്റൊരു വിവാഹം കഴിക്കണമെങ്കിൽ ഭാര്യയുടെ കൃത്യമായുള്ള സമ്മതം വേണം എന്നുള്ളൊരു കാര്യമാണ് വിശ്വസിപ്പിച്ചിരുന്നത്. പക്ഷേ നിയമത്തിൻ്റെ മുന്നിലെത്തിയപ്പോഴാണ്, നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ അല്ലെങ്കിൽ കോടതിയിലെത്തിയപ്പോഴാണ് ഷാജിദ അറിഞ്ഞത് അങ്ങനെ ഒരു സമ്മതത്തിൻ്റെയും ആവശ്യമില്ല. കാരണം ഇവരുടെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സമ്മതം നിലവിലുണ്ട് എന്നുള്ളൊരു ധാരണയുണ്ടോ എന്ന് എനിക്കറിയില്ല. കൃത്യമായിട്ട് അതിൻ്റെ ഒരു നിയമവശങ്ങൾ അവർ പറയുന്നില്ല. പക്ഷേ അത്തരത്തിൽ ഭാര്യയുടെ സമ്മതമേ ആവശ്യമില്ല ഭർത്താവിന് മറ്റൊരു വിവാഹം കഴിക്കുവാൻ. അതോടുകൂടിയാണ് ഷാജിദയുടെ വക്കീൽ തന്നെ ഷാജിദയോട് പറഞ്ഞു അത്രേ, ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഷാജിദയെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഷാജിദയെങ്കിൽ വക്കീലിന് കൃത്യമായി ഷാജിദയ്ക്ക് കോടതിയിൽ നിന്ന് നിയമ പരിരക്ഷയും നിയമത്തിൻ്റെ ഒരു സംരക്ഷണവും വാങ്ങി നൽകുവാൻ സാധിക്കുമായിരുന്നു. കാരണം ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയോടോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയോടോ ആണ് വിവാഹശേഷം അവരുടെ ഭർത്താവ് ഇത് ചെയ്തിരുന്നതെങ്കിൽ, അതായത് രണ്ടാമതൊരു വിവാഹം, ഈ വിവാഹം നിയമപരമായി നിലനിൽക്കെ തന്നെ ചെയ്യുന്നതെങ്കിൽ അത് ക്രിമിനൽ കുറ്റമായി മാറുമായിരുന്നു. പക്ഷേ ഇസ്ലാം മതത്തെ സംബന്ധിച്ച് പ്രത്യേക ഒരു നിയമം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിന് ഷാജിദ തന്നെ പറയുന്നത്, ആ നിയമപരിരക്ഷയിൽ എന്ത് തോന്നിയവാസവും കാണിക്കുവാനുള്ള ലൈസൻസ് ഇസ്ലാം മതത്തിലെ ആണുങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഭാരതത്തിൽ. അതിന് ഏകീകൃത സിവിൽ കോഡ് മാത്രമാണ് ഒരു പരിഹാരം എന്നുള്ള നിലയിലേക്കാണ് ഷാജിദ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനി ഈ ഒരു പ്രശ്നത്തിലേക്ക് തിരികെ വന്നാൽ അതോടുകൂടിയാണ് ഷാജിദ എക്സ് മുസ്ലിം ആയതും ഒരു നിയമപരിരക്ഷയിലോ വിവാഹമോചനം നേടി സ്വതന്ത്രയായി പുറത്തിറങ്ങി മകളെയും സംരക്ഷിച്ച് സന്തോഷമായി ഇപ്പോൾ കഴിയുന്നു സാമൂഹ്യ പ്രവർത്തകയുമാണ് ശ്രീ ഷാജിദ. ഇത്തരത്തിലുള്ള ഇസ്ലാം മതത്തിൽ അനീതികൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരത്തിലുള്ള സംസാരം പോലും ഇസ്ലാം മതത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമായൊരു സാമൂഹ്യ പ്രവർത്തനമാണ്. കാരണം പലപ്പോഴും ഇസ്ലാം മതത്തിൽപ്പെട്ട സ്ത്രീകൾ ഇത്തരത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു അന്യായത്തെക്കുറിച്ച് സംസാരിക്കുവാൻ മുതിരാറില്ല, മുന്നോട്ട് വരാറില്ല. മറ്റൊരു കാര്യം കൂടി, വളരെ ഗൗരവമേറിയൊരു വിഷയത്തിലൂടെ ഷാജിദ കടന്നു പോകുന്നുണ്ട്. അത് സ്ത്രീകളുടെ സ്വത്തവകാശമാണ്. പറയുന്നൊരു കാര്യം, കൃത്യമായിട്ട് ഇപ്പോൾ ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട പെൺകുട്ടിക്ക് ഒരു സഹോദരനുണ്ട്, മറ്റ് 2-3 സഹോദരിമാരുണ്ട്. ആ സഹോദരന് അവരുടെ പിതാവിൻ്റെ സ്വത്തിലുള്ള അർഹത കഴിഞ്ഞിട്ടുള്ള, അതായത് പകുതി സ്വത്തിന് സഹോദരന് അർഹതയുണ്ട്. ബാക്കിയുള്ള പകുതിയിൽ നിന്ന് മാത്രമേ ഈ പെൺകുട്ടികൾ എത്ര പേരുണ്ടെങ്കിൽ അവരിലേക്ക് ഭാഗം വെച്ച് ഈ സ്വത്ത് നൽകപ്പെടുകയുള്ളൂ. ഇനി അവരുടെ പിതാവിന് ആൺകുട്ടി ആരുമില്ലെങ്കിൽ ഈ പെൺകുട്ടികൾ, 4 പെൺകുട്ടികളാണ് ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ഉള്ളതെന്ന് കരുതുക. ആ വ്യക്തി മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾക്കുള്ളതിനേക്കാൾ അവരുടെ പിതാവിൻ്റെ സ്വത്തിൽ അർഹത പിതാവിൻ്റെ സഹോദരന്മാർക്കും മറ്റ് പുരുഷ ബന്ധുക്കൾക്കുമുണ്ട്. ഇത്തരത്തിലുള്ളൊരു അന്യായവും സ്വത്ത് ഭാഗിക്കുന്ന കാര്യത്തിൽ ഇസ്ലാം മതത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏകീകൃത സിവിൽ കോഡിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച്, ആവശ്യകതയെക്കുറിച്ച് ഷാജിദ എടുത്തു പറയുന്നത്. ഇനി ഏകീകൃത സിവിൽ കോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാം മതവിശ്വാസികളായ സ്ത്രീകൾ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ മുന്നിട്ട് വന്ന് അതിനെ എതിർക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും അവരത് ചെയ്യാറുണ്ട്. അതൊരു അറിവില്ലായ്മ കൊണ്ടാണോ, അവരുടെ കാലിൽ തന്നെ കോടാലിക്ക് വെട്ടുന്നൊരു പ്രവൃത്തി അവർ ചെയ്യുന്നു എന്നുള്ളത് തിരിച്ചറിയാതെയാണോ അവർ ചെയ്യുന്നതെന്ന് അറിയില്ല. കാരണം ഷാബാനുവിൻ്റെ ഒരു ചരിത്രമൊന്ന് ഓർത്ത് നോക്കുക. സുപ്രീം കോടതി ഷാബാനുവിന് അനുകൂലമായിട്ട്
നിയമപരിരക്ഷ നൽകി അവർക്ക് ജീവനാംശം നൽകണമെന്ന് ഭർത്താവിൻ്റെ മേലൊരു വിധി പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ തെരുവിലിറങ്ങിയത് ആദ്യം മുസ്ലിം സ്ത്രീകളാണ്. കാരണം അവരുടെ ജീവിതത്തിന് ഒരു സുരക്ഷാ വലയമാണ് സുപ്രീം കോടതി തീർത്ത് നൽകിയത്. അതിനെതിരെ സമരം ചെയ്യുവാനായിട്ട് തെരുവിൽ ആദ്യം ഇറങ്ങിയത് മുസ്ലിം സ്ത്രീകളാണ്, ആ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണ്. നിരവധി പേർ രാജ്യമൊട്ടാകെ നിരത്തുകളിൽ ഇറങ്ങി അതിനെതിരെ പ്രതിഷേധിക്കുകയും ഒടുവിൽ രാജീവ് ഗാന്ധി സർക്കാർ ആ വിധിയെ അട്ടിമറിച്ച് നിയമം കൊണ്ടുവരികയും ചെയ്തു. ജീവനാംശം നൽകേണ്ട കാര്യമില്ല ഭർത്താവിന് ഇസ്ലാം മതത്തിൽ എന്നുള്ള തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരികയും ചെയ്തു. ഇത്തരത്തിൽ ഒരു മതം ശീലിപ്പിച്ച് അതിനെ അനുസരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആയിപ്പോയോ ഇസ്ലാം മതത്തിലെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളെന്ന് അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരും അവിടെ ആ മതത്തിനുള്ളിൽ നിന്ന് തന്നെ അതിനെ പരിഷ്കരിക്കുവാൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ മതം വിട്ട് വന്നിട്ടുള്ള മുസ്ലിംസ് ആണെങ്കിലും അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, അത്തരത്തിലൊരു മാനസിക പ്രക്ഷാളനം, മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ടൊരവസ്ഥയിലേക്ക് ഇസ്ലാം മതത്തിലെ സ്ത്രീകൾ വീണുപോയോ? കാരണം ഒരു പരിശീലനം ലഭിച്ച ഒരു ജീവി ചെയ്യുന്ന പ്രവർത്തികൾ മാത്രമാണ് അവർ ചെയ്യുന്നത്. അത് സന്തോഷത്തോടു കൂടി ആയിരിക്കണമെന്നല്ല. ഞാനൊരു ആരെയും അപമാനിക്കുവാനോ മൃഗങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുവാനോ അല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു താരതമ്യം വേണ്ടിവരും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നിരന്തരമായി കാണുമ്പോൾ. കാരണം ആലോചിച്ച് നോക്കൂ, ഇത് അവർക്ക് തന്നെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യം അത് സന്തോഷത്തോടെയാണ് അവർ സ്വീകരിക്കുന്നതെന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? അടിസ്ഥാനപരമായിട്ടൊരു വിഷമെടുത്ത് ഞാൻ കുടിക്കുന്നത് എന്നിൽ ആരെങ്കിലും നിർബന്ധിക്കുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാനത് ഈ ഒരു വിഷം പതിയെ എന്നെ കൊല്ലുന്നൊരു വിഷം ഞാൻ ചിലപ്പോൾ അഡിക്റ്റായി പോയത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ശീലത്തിൻ്റെ പുറത്തായിരിക്കും കുടിക്കുന്നത്. അല്ലാതെ സാമാന്യബോധമുള്ള ആരും അത് സന്തോഷത്തോടു കൂടി ചെയ്യുകയില്ല. അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയിലേക്കും ഷാജിദയുടെ ഈ ഒരു അഭിമുഖം പോഡ്കാസ്റ്റ് ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. അത് സാമൂഹ്യപരമായിട്ടുള്ളൊരു പ്രശ്നം. പക്ഷേ അതിലൊക്കെ അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നം ടി.പി. സെൻകുമാർ സാർ എന്തിനു വേണ്ടി ആ വീഡിയോ ക്ലിപ്പ് ഷെയർ ചെയ്തോ അതാണ്. കാരണം പച്ചവെളിച്ചത്തിൻ്റെ ഒരു സാന്നിധ്യം ഇപ്പോഴും നമ്മുടെ പോലീസ് സേനയിൽ സജീവമായി തുടരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഷാജിദയുടെ വാക്കുകൾ ഉയർത്തുന്നുണ്ട്. ആ ഒരു സംശയം നിലനിൽക്കുന്നിടത്തോളം കാലം കേരളം ഭീകരവാദത്തിൻ്റെ നേഴ്സറി അല്ല, സർവകലാശാല തന്നെയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയുവാൻ സാധിക്കുകയില്ല. അതെല്ലാം വാദപ്രതിവാദത്തിൻ്റെ കാര്യം. ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് പരസ്പരം പോരടിക്കുവാനും വാദപ്രതിവാദങ്ങൾ നടത്തുവാനും ഉപകരിക്കുന്ന ഒരു വിഷയം മാത്രമായിട്ട് അവിടെ ഒതുങ്ങാമത്. പക്ഷേ അങ്ങനെ ഒതുങ്ങേണ്ട കാര്യവുമല്ല. കാരണം ഇത്തരത്തിൽ ഇപ്പോഴും സമൂഹത്തിൽ നടമാടുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സമൂഹത്തിനുണ്ടാക്കുന്ന ഒരു അപകടം, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക്, ആഭ്യന്തര സുരക്ഷയ്ക്ക് നേരെ ഉയർത്തുന്ന ഭീഷണി എന്നുള്ളത് വളരെ വലുതാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്നൊരു ടൈം ബോംബിൻ്റെ മുകളിലാണ് കേരളം ഇരിക്കുന്നത് എന്നാണ് ഇത്തരം സംഭവങ്ങൾ വിളിച്ചോതുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ NIAയും മറ്റ് കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടങ്ങും ഉടനെ എന്നാണ് അറിയുവാൻ കഴിയുന്നത്. കാത്തിരുന്ന് കാണാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.